ഹലോ, നമുക്ക് മലയാളം ബിഗ് ബോസ് സീസൺ 7 ഡേ 2 വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് രാവിലെ തന്നെ നമ്മുടെ അനീഷിൻ്റെ വക ഒരു ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടൊരു കാര്യം പറഞ്ഞിട്ട് അതിൻ്റെ ഒരു അടിയിലാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. ബിഗ് ബോസിൻ്റെ സോങ് ഒക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും ഇപ്പം എന്തിനാ ഗുഡ് മോർണിംഗ് ഒന്നും ഒരു ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. കാരണം നമ്മുടെ അനീഷിൻ്റെ അടുത്ത് വന്നിട്ട് എല്ലാവരും ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പം അനീഷിന് അതൊന്നും ഇഷ്ടപ്പെടാത്ത പോലെ, ആരും മൈൻഡ് ചെയ്യാത്ത പോലെയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. സുപ്രഭാതം എന്ന് പറയണത് മലയാളം സംസാരിക്കണം എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു ഭാഷ്യം. പിന്നെ അതിനുശേഷം നമ്മുടെ ബിഗ് ബോസിൻ്റെ പാട്ട് വന്നു. ജോണി മോനെ ജോണി എന്നുള്ള പാട്ടാണ് കേട്ടോ, ABCDയിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ അനീഷ അനു അവർ രണ്ടു മണി ഗുഡ് മോർണിംഗ്, എന്താ ചേട്ടാ ഗുഡ് മോർണിംഗ് പറയാത്തതെന്നൊക്കെ പറഞ്ഞാൽ അനു പുറകെ നടന്ന് അതിനെ പറ്റിയുള്ള സംസാരവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ബിനിയും കൂടി ഇതിൻ്റെ അകത്ത് ജോയിൻ ചെയ്തു കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ അനീഷ് സ്റ്റാർട്ട് ചെയ്തു മലയാളം നല്ല ഭാഷയല്ലേ, ആരാണ് പറഞ്ഞത് പൊട്ട ഭാഷയാണ് അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞു. അപ്പോഴേക്കും നമ്മുടെ അക്ബർ, ആരാണ് അതിന് പൊട്ട ഭാഷ എന്ന് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞിട്ട് അക്ബർ. അപ്പോഴേക്കും അപ്പാനി പറഞ്ഞു, നീ ആര് ടീച്ചറോ ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ അപ്പാനിയുടെ വക അപ്പാനിയും ചാടിക്കറി. പിന്നെ അതിന് ശേഷം ഷാനവാസും അപ്പാനിയും അനുവും കൂടെ കഴുത്തുവേനയുടെ ഒരു കാര്യം പറഞ്ഞ് സംസാരം ഉണ്ടായി. അപ്പം അനു പറഞ്ഞ കഴുത്തുവേനയ്ക്ക് ഇപ്പം അത്ര വലിയ പ്രശ്നമൊന്നുമില്ല, ജസ്റ്റ് ചൂട് പിടിച്ചാൽ മതി, അല്ലാണ്ട് മരുന്ന് കഴിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അപ്പാനി പറഞ്ഞു, പിന്നെ എന്തിനാണ് ഡോക്ടർമാർ മരുന്ന് തരുന്നതെന്ന് ചോദിച്ചു. അത് പിന്നെ വെറുതെ തരുന്നതല്ലേ എന്ന് പറഞ്ഞു. അതിൽ പിടിച്ചിട്ട് എല്ലാവരും കൂടെ കയറി ഭയങ്കര ബഹളമായി. ഡോക്ടർമാരൊക്കെ വെറുതെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഉണ്ടാകുന്നതെന്നൊക്കെ പറഞ്ഞു. അത് ഭയങ്കര സംസാരമൊക്കെ ആയി. അപ്പോഴേക്കും ആരാണ് അക്ബറിൻ്റെ വൈഫ് ഡോക്ടറല്ലേ എന്ന് പറഞ്ഞ ഒരാൾ, ബിന്നി ഡോക്ടറല്ലേ എന്ന് പറഞ്ഞ ഒരാൾ, അങ്ങനെ ഡോക്ടർമാരെയൊക്കെ അപമാനിക്കുന്ന രീതിയിലാണ് അനു സംസാരിച്ചതെന്ന് പറഞ്ഞാൽ അനുവിന് ഭയങ്കര വിഷമമായി. അനുവിൻ്റെ കരച്ചിലും ബഹളമൊക്കെ. ലാസ്റ്റ് ഷാനവാസിൻ്റെ അടുത്ത് എല്ലാവരും ചോദിച്ചു ശരിക്കും ബിന്നി അങ്ങനെ ശരിക്കും അനു അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചപ്പോൾ അനു അങ്ങനെ പറഞ്ഞില്ല എന്ന് എല്ലാവരും കൂടെ പിന്നെ ഷാനവാസിനിട്ട് കൊടുത്തു. പിന്നെ അതിനുശേഷം നമ്മുടെ ബിഗ് ബോസ് എല്ലാവരും കൂടെ രാവിലെ മോർണിംഗ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് വിളിച്ചു കേട്ടോ. വിളിച്ചിട്ട് എല്ലാവരും ഇരുന്ന സമയത്ത് ബിഗ് ബോസ് ചോദിച്ചു ശരിക്കും ഇവിടെ എന്താണ് ഇത്ര നേരം സംഭവിച്ചത്, നിങ്ങൾ പലരും മറ്റേ ഓഡിഷൻ ടൈമിൽ പറഞ്ഞല്ലോ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. എനിക്കറിയേണ്ടത് നിങ്ങളിപ്പോൾ നടത്തിയ നാടകം ഇത് സ്ക്രിപ്റ്റഡ് ആണോ എന്നാണ് എനിക്കറിയേണ്ടത് പറഞ്ഞിട്ട് ഭയങ്കര തഗ്ഗാണ് നമ്മുടെ ബിഗ് ബോസ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ അതെല്ലാം തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് വേറൊരു കാര്യം കൂടെ ചോദിക്കാണ്ട്, ഈ അനുവിന് എങ്ങനെയാണ് മേക്കപ്പ് കിട്ടിയത് എന്ന് ചോദിച്ചു. അപ്പോൾ അത് പിന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് മാത്രമേ ഞാൻ ഇട്ടിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ അതിന് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. അപ്പോൾ ലിപ്സ്റ്റിക്ക് അവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചു. അത് പിന്നെ ബാത്റൂമിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ലിപ്സ്റ്റിക്ക് ഇരിക്കുന്ന കണ്ടപ്പോൾ എന്നൊക്കെ പറഞ്ഞു. ശരിക്കും ബിഗ് ബോസ് ആർക്കും മേക്കപ്പ് സാധനങ്ങളും ഡ്രസ്സും ഒന്നും കൊടുക്കാതെ പിടിച്ചു വെച്ചിരിക്കാൻ, ആകെ വിൻ ചെയ്ത 3 പേർക്ക് മാത്രമേ കൊടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടും അങ്ങനെയൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മുടെ ബിഗ് ബോസ് മോർണിംഗ് ടാസ്ക് ആയിട്ട് കൊടുത്തത് ഇപ്പോൾ ഇത്ര നേരം ഇവിടെ സംഭവിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾ വീണ്ടും ഒന്ന് റീക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് പിന്നെ സ്ക്രിപ്റ്റിൻ്റെയും മറ്റേ എന്താ പറയുക പ്രാക്ടീസിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ലല്ലോ, നിങ്ങളെല്ലാം ഓൾറെഡി ഇത് പ്രാക്ടീസ് ചെയ്തൊക്കെ വന്നതല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബോസ് കളിയാക്കി കൊടുത്തപ്പോൾ പിന്നെ അവർ അത് റീക്രിയേറ്റ് ചെയ്തപ്പോൾ അനീഷിന് പകരം നമ്മുടെ അപ്പാനിയാണ് അനീഷിൻ്റെ സ്ഥാനത്ത് നിന്നത്. അപ്പോൾ അപ്പാനി എന്നിട്ട് ഭയങ്കര ബ്രഷ് ചെയ്യണ പോലെയൊക്കെ നിൽക്കണം. അവിടെ ചുറ്റും ആൾക്കാർ നിന്നിട്ട് ഗുഡ് മോർണിംഗ് പറയുന്നു. അപ്പോൾ മൈൻഡ് ചെയ്യാതെ ചുറ്റിനും ഭയങ്കര നടപ്പ്, അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പ്. എപ്പോഴും നമ്മുടെ അനീഷ് അങ്ങനെയാണല്ലോ, ആരും പറഞ്ഞാൽ കേൾക്കില്ല, ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പാണ്. അപ്പോൾ ശരിക്കുള്ള അനീഷിനാകട്ടെ ടെൻഷൻ ഇത് കണ്ടപ്പോൾ പുള്ളിക്കാണെങ്കിൽ സംസാരിക്കാനൊന്നുമില്ല, പുള്ളിനെയാണല്ലോ കളിയാക്കണത്. ശരിക്കും ഞാൻ ഇങ്ങനെയൊന്നും പറയാറൊന്നുമില്ല, ഇതൊക്കെ വെറുതെ പറഞ്ഞാന്നൊക്കെ പറഞ്ഞാൽ അനീഷ് പറയുന്നുണ്ട്. അപ്പം മറ്റേ ഷാരിക്ക് വന്നിട്ട് ഇപ്പോൾ മനസ്സിലായോ ഞങ്ങൾ എന്താണ് ഫേസ് ചെയ്യണമെന്ന് ഇപ്പോൾ മനസ്സിലായോ, ഇങ്ങനെയാണ് നിങ്ങൾ കാണിക്കണതെന്നൊക്കെ പറഞ്ഞാൽ തിരിച്ചും അങ്ങോട്ടും കൊടുത്തു കേട്ടോ. പിന്നെ അതിനുശേഷം നമ്മുടെ ആര്യയും പിന്നെ അപ്പാനിയും അവർ രണ്ടും കൂടെ പ്ലാൻ ചെയ്തു. ഈ ഗിസേല നമുക്കൊന്ന് ഇളക്കിയാലോ, എങ്ങനെയുണ്ട് അവരതൊക്കെ ശരിക്കുള്ള ഫേസ് പുറത്തേക്ക് വരട്ടെ എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ ചെയ്തിട്ട് അവർ രണ്ടും കൂടെ ഗിസലിനെ ഒന്ന് കുത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ ഗിസലിൻ്റെ അടുത്ത് ചോദിച്ചിട്ട് പോയിട്ട് നമ്മുടെ അപ്പാനി പറയണത് ഇവിടെ ചില ആൾക്കാർ വെറുതെ മേക്കപ്പ് ചെയ്തിട്ട് നടക്കണം, ഒന്നും ചെയ്യണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്ന് കുത്തു കൊടുത്തു. ഗിസൽ ഇത് കഴിഞ്ഞതിന് അപ്പുറം കഴിഞ്ഞ ഹിന്ദി ബിഗ് ബോസും കഴിഞ്ഞ് വന്ന ആളാണല്ലോ. അപ്പോൾ ഗിസൽ പറഞ്ഞു ഞാൻ മേക്കപ്പ് ചെയ്തൊക്കെ നടക്കുന്നുണ്ട്, നിങ്ങളെന്താണ് ഇവിടെ ചെയ്യണത് അത് പറ ആദ്യം എന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ച് പറഞ്ഞു. നിങ്ങളാണെങ്കിൽ കുറച്ച് 3-4 പേരും കൂടെ നിന്നിട്ട് ഒരു ഗ്യാങ്ങായിട്ട്, നിങ്ങൾ ഗുണ്ടകളാണ്, ഗ്യാങ്ങായിട്ട് നിന്നിട്ട് ഓരോരുത്തരും ചൊറിഞ്ഞുകൊണ്ടിരിക്കണം. അനീഷിനെ പുറകെ കിടന്ന് ചൊറിയുന്നു, രാവിലെ അനുമോളെ കരയിപ്പിക്കുന്നു, ഇനിയിപ്പോൾ അടുത്ത് എൻ്റെ ദേഹത്തേക്ക് വരുന്നു എന്നൊക്കെ പറഞ്ഞ് ഗിസൽ തിരിച്ച് നല്ലോണം കൊടുത്തു കേട്ടോ. എന്നിട്ട് ഞാൻ ഒരു ഗുണ്ടി എന്ന് പറഞ്ഞു. അങ്ങനത്തെ വേർഡില്ല, അയ്യോ അത് ബാഡ് വേർഡാണെന്നൊക്കെ പറഞ്ഞ് എല്ലാവരും കൂടെ ഭയങ്കര അർത്ഥമൊക്കെ പറഞ്ഞു കൊടുത്തു. അങ്ങനത്തെ വേർഡ് ഉണ്ടെന്ന് പറഞ്ഞ് ഗിസൽ സമ്മതിക്കില്ല. ഗിസൽ ബോംബെയിൽ നിന്ന് വന്നാണല്ലോ. ലാസ്റ്റ് അത് റൗഡി എന്നുള്ള പറഞ്ഞ വേർഡിൽ അവസാനിപ്പിച്ചു. പിന്നെ അതിനുശേഷം
നമ്മുടെ ഗിസലും അനുവും കൂടെ ഉള്ള ക്ലീനിങ് ആണ് കേട്ടോ. അവിടെ കാർപ്പറ്റാണ് വെച്ചേക്കുന്നത്. അപ്പോൾ സാധാരണ മോപ്പ് വെച്ചിട്ട് തൂത്താലൊന്നും അത് പോകില്ല. അപ്പോൾ ഗിസൽ അവിടെ ഇരുന്നിട്ടാണ് മോപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അനു പറഞ്ഞ് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒന്നുമില്ല, ഞങ്ങളുടെ വീട്ടിലൊക്കെ നിന്നിട്ടാണ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഇരുന്നിങ്ങനെ ചെയ്യുക. ബട്ട് അത് കാർപ്പറ്റ് ആയിരുന്നു, നിന്നിട്ട് ചെയ്താൽ പോവില്ല. അപ്പോൾ ഗിസൽ പറഞ്ഞു അതിങ്ങനെ വാരിയെടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ അനു പറഞ്ഞു ഞാനതിങ്ങനെ കൈ വെച്ചിട്ട് ഇങ്ങനെ പിക്ക് ചെയ്തെടുക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ചെറിയ കോൺവെർസേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടോ. പിന്നെ അതിനുശേഷം നമ്മുടെ ബിഗ് ബോസിൻ്റെ ടാസ്ക് വന്നു. ടാസ്ക് പണിപ്പുര ടാസ്ക്കാണ് കേട്ടോ. ഫസ്റ്റ് ടാസ്ക്കാണ് പണിപ്പുരയുടെ. അതായത് ഒരു 16 സെക്കൻഡ് കൊടുക്കും. ആ 16 സെക്കൻഡിനുള്ളിൽ ഇവർ അകത്ത് കയറിയിട്ട് ആരൊക്കെ കയറണമെന്നുള്ള ഇവർക്ക് തീരുമാനിക്കാം. അപ്പോൾ അവർ അകത്ത് കയറിയിട്ട് മാക്സിമം എത്ര സാധനങ്ങൾ എടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഇത്ര പ്രൈസ് കൊടുത്തിട്ടുണ്ടാകും. ആ പ്രൈസിന് ഉള്ളിലുള്ള സാധനങ്ങളായിരിക്കണം ഇത്ര 16 സെക്കൻഡ്സ് എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത്ര ഇതിനുള്ളിൽ വേണം എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മുടെ അക്ബറും പിന്നെ അതുപോലെ നൂറ ആദില കപ്പിൾസ് അവർ രണ്ടും കൂടെയാണ് കയറിയത് കേട്ടോ. 3 പേര് കയറി. അങ്ങനെ അവർ വേഗം ചാടി ഓടി തന്നു. ഇവർ കൗണ്ട് ചെയ്യണമൊന്നും ഇല്ല കേട്ടോ. എല്ലാവരും അങ്ങ് ചാടി ഓടി വന്ന് എല്ലാം കൂടെ വാരി അങ്ങോട്ട് എടുക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്ര പ്രൈസിൻ്റെ അകത്തുള്ള സാധനങ്ങൾ എടുക്കാവുള്ളൂ. ഇതിനകത്ത് ഡ്രസ്സുണ്ട്, ഫുഡുണ്ട്, അങ്ങനെ പല ഐറ്റംസ് ഉണ്ട്. ശരിക്കും എനിക്ക് തോന്നുന്നു ആ ഗെയിം കളിക്കേണ്ടതും എല്ലാവരും കുറച്ച് അവനവൻ്റെ കാര്യം എന്നുള്ളതാണല്ലോ ബിഗ് ബോസിൻ്റെ അകത്തുള്ളത് മെയിനായിട്ട്. അപ്പോൾ അവർക്ക് അവരുടെ സാധനങ്ങൾ എടുത്തിട്ട് പിന്നെ വേണമെങ്കിൽ മറ്റവർക്ക് വേണ്ടിയിട്ടൊരു കുഞ്ഞു സാധനം അങ്ങനെയുള്ളതായിരിക്കും ഉദ്ദേശിച്ചത്. വെറും 16 സെക്കൻഡ്സ് ഉണ്ടായിരുന്നുള്ളൂ ടൈം. അപ്പോൾ എല്ലാം കൂടെ വാരി എടുത്ത് കൊണ്ടുവന്ന് ലാസ്റ്റ് പുറത്തെ ബോക്സിൽ കൊണ്ടുവന്നിട്ടു. പക്ഷേ അപ്പോഴത്തേക്കും ടൈം കഴിഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾ മറ്റേ ടാസ്ക് ലെറ്റർ ഒന്നും വായിച്ചില്ലേ, അതിനകത്ത് പ്രത്യേകം പറഞ്ഞാണല്ലോ ഇത്ര 16 സെക്കൻഡ്സേ ഉള്ളൂ, അതിനുള്ളിൽ പണിപ്പുരയിൽ പുറത്തേക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞാണല്ലോ. അപ്പോൾ നിങ്ങൾ ലേറ്റായിട്ട് ഇറങ്ങിയോണ്ട് ഇതെല്ലാം തിരിച്ചു കൊണ്ടുവെക്കണം, നിങ്ങൾക്കതൊന്നും യൂസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും അതിൻ്റെ വിഷമത്തിലേക്ക്. അതിൻ്റെ ഇടയ്ക്ക് പെട്ടെന്ന് പട്ടി ഉരയ്ക്കുന്നു. നോക്കുമ്പോൾ ആരാ നമ്മുടെ ബിൻസി. നല്ല ഉറക്കം. ഫസ്റ്റ് ഉദ്ഘാടനം പട്ടിയുടെ ഉദ്ഘാടനം ചെയ്തത് ബിൻസിയാണ് കേട്ടോ. പിന്നെ അതിനുശേഷം നവീൻ മാത്രം റൂമിൻ്റെ അകത്ത് ഇരുന്നിട്ട് ആരെയോ പെട്ടിയെടുത്ത് എന്തൊക്കെയോ തുറന്ന് എന്തോ ചെയ്യുന്നുണ്ട്, എന്താണെന്നറിയില്ല കേട്ടോ. ആ വഴിക്ക് നമ്മൾ ഷാനവാസ് വന്നപ്പോൾ എന്താ അവിടെ ചെയ്യണമെന്ന് വെച്ചാൽ പറഞ്ഞു ആവി പിടിക്കാന്ന് പറഞ്ഞു. അവിടെ ഇവിടെ ആവി ഇരിക്കുന്നത് ഷാനവാസ് വയ്ക്കുന്നുണ്ട്. ഞാൻ ഇച്ചിരി വെള്ളം കുടിച്ചോട്ടെ, നിങ്ങളൊന്ന് പോയി തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ നവീൻ എന്തോ അവിടെ ചെയ്യുന്നുണ്ട്, എന്താ സംഭവം എന്നറിയില്ല. അതിനിടയ്ക്ക് നമ്മുടെ ബിന്നിയും വന്നിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ എന്താണ് അവിടെ ചെയ്യണതെന്ന്. അതൊന്നുമില്ല, ഞാൻ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇരിക്കുകയാണ്, വെള്ളം കുടിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്താണ് സംഭവം എന്നറിയില്ല. നമ്മൾ ലാലേട്ടൻ വന്നു കഴിയുമ്പോഴേ മിക്കവാറും അറിയാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു. പിന്നെ എല്ലാവരും യൂണിഫോമൊക്കെ വന്നിട്ടാണ്. നവീനാണെങ്കിൽ യൂണിഫോം തീരെ ഇഷ്ടപ്പെട്ടില്ല. ഇങ്ങനെ ബ്ലൂ ആൻഡ് വൈറ്റ് ചെക്ക് ഒരു ട്രൗസറും ഒരു ഷർട്ടുമാണ്, എനിക്ക് സ്കൂളിൽ പോകണ പോലെയൊക്കെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നവീനും പിന്നെ രേണുസുതി അവിടെ നിന്ന് മുടിവിക്കൊണ്ടിരിക്കേണ്ടതായിരിക്കും. നവീൻ വന്നിട്ട് ഭയങ്കര സങ്കടമൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണ്ടേ. പിന്നെ അതിനുശേഷം നമ്മുടെ ഷാനവാസ് ഗിസലിനെ ഭയങ്കര ഉപദേശിക്കണം. ഇത് മലയാളം ബിഗ് ബോസ് അല്ലേ, അപ്പോൾ ഇവിടെ മലയാളം പ്രേക്ഷകർക്ക് ഇങ്ങനത്തെ ചെറിയ ഡ്രസ്സൊന്നും ഇടുന്നത് ഇഷ്ടപ്പെടില്ല, അവരത് അക്സെപ്റ്റ് ചെയ്യില്ല, അപ്പോൾ നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയണതെന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിയുടെ ആ ഒരു സംതിങ് പുറത്തേക്ക് എടുത്തിട്ട് ഭയങ്കര ഉപദേശമൊക്കെ ആയിരുന്നു കേട്ടോ. അനുവും നമ്മുടെ ഗിസലും തമ്മിൽ ചെറിയൊരു ചായ തർക്കം. അതായത് അനു ഇടുന്ന ചായ ഗിസലിന് ഇഷ്ടപ്പെടുന്നില്ല. ഗിസലിനാണെങ്കിൽ ഇത്തിരി കൂടെ കടുപ്പുള്ള ചായ വേണം, അനു ആണെങ്കിൽ കുറച്ച് ലൈറ്റ് ചായ ഉണ്ടാക്കണത്. അപ്പോൾ എല്ലാവർക്കും കൂടെ കോമൺ ആയിട്ടുള്ള ചായ ഉണ്ടാക്കണേന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഇവർ ആവശ്യമില്ല. ഗിസലാണെങ്കിൽ ചായ ഉണ്ടാക്കുമ്പോഴേക്കും അവർ ഒന്ന് അടുപ്പ് ഓഫാക്കുന്നു, അടുപ്പ് ഓൺ ചെയ്യുന്നു, അങ്ങനെ ചെറിയൊരു ഇഷ്യൂ ഒക്കെ. പിന്നീട് അതെല്ലാം പറഞ്ഞ് അവർ ആ ഇഷ്യൂ ഒക്കെ സോൾവ് ആക്കിട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് വരുന്നു അടുത്ത ടാസ്ക്, പുകഞ്ഞ പുള്ളി പുറത്ത് എന്നാണ് ടാസ്കിൻ്റെ പേര്. അതായത് ഇവർക്ക് എലിമിനേറ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള 4 ആളുകളെ ഇവർക്ക് എല്ലാവർക്കും കൂടെ ചൂസ് ചെയ്യാം. ഈ 4 പേർക്ക് വീടിൻ്റെ പുറത്ത് രാത്രി, അതായത് ലൈറ്റ് ഓഫ് ചെയ്യണ സമയം മുതൽ രാവിലെ മോർണിംഗ് വരില്ലേ ലൈറ്റ് ഓൺ ആവുന്ന ആ ടൈം വരെ ഇവർ ഹൗസിൻ്റെ പുറത്ത് കിടക്കണം. ഒരു കട്ടിൽ കൊടുക്കും, 4 പേർക്കും കൂടെ ഒരു കട്ടിൽ കൊടുക്കും. ഒരു സമയത്ത് ഒരാൾക്ക് മാത്രമേ ആ കട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുള്ളൂ. ബാക്കി എല്ലാവരും കട്ടിലിൻ്റെ അടുത്തൊക്കെ തന്നെ ഉണ്ടാകണം, പക്ഷെ ഉറങ്ങാൻ പാടില്ല. അങ്ങനെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഉറക്കത്തിനിടയ്ക്ക് ആർക്ക് വേണമെങ്കിലും ഈ കട്ടിലോടെ പൊക്കിയിട്ട് അവർ റെഡ് ഒരു മാർക്ക് ഉണ്ട് കേട്ടോ, റെഡ് സോൺ എന്ന് പറഞ്ഞിട്ടൊരു സോണുണ്ട്. ആ റെഡ് സോണിൽ കൊണ്ടുപോയി കട്ടിലോടെ വെക്കുവാണെങ്കിൽ ഇയാൾ ഉണർന്നിട്ടുണ്ടാവരുത്. ഇയാൾ ഉണർന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇയാൾ ഉണരാതെ ആ റെഡ് സോണിൽ കൊണ്ടെത്തിക്കുകയാണെങ്കിൽ അയാൾ എലിമിനേറ്റ് ആയി പോകും. അങ്ങനെ ഒരു ഇത് അത് ഫ്രൈഡേ വരെ കണ്ടിന്യൂ ചെയ്യുമെന്നാണ് മനസ്സിലാക്കിയത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചൂസ് ചെയ്യാൻ പറഞ്ഞപ്പോൾ എല്ലാവരും കൂടെ വോട്ട് ചെയ്തിട്ട് ഷാനവാസിന് 10 വോട്ട്, നമ്മുടെ ശൈത്യയ്ക്ക് 9 വോട്ട്, ഗിസലിന് 8 വോട്ട്, പിന്നെ അതിൻ്റെ ബിന്നിയും റെനയും ഉണ്ടായിരുന്നു കേട്ടോ. അവർക്ക് രണ്ടുപേർക്ക് 7 വോട്ടാണ്. രണ്ടുപേർക്ക് ഒരേപോലെ 7 വന്നപ്പോൾ പിന്നെ വീണ്ടും വോട്ട് ചെയ്തു. അങ്ങനെ ലാസ്റ്റ് ബിന്നിക്കാണ് കിട്ടിയത്. അങ്ങനെ അവർ 4 പേരും പുറത്തു. അപ്പോൾ
പിന്നെ കാണിക്കുന്ന ബിന്നി കട്ടിൽ കിടന്നുറങ്ങുന്നു. ഷാനവാസ് നിലത്ത് കിടക്കുന്നുണ്ട്. ഉറങ്ങണോ ഇല്ലയോ എന്നൊക്കെ അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ഇവരൊക്കെ വിളിച്ച് നോക്കുന്നുണ്ട്. ചിലവർ തലയൊക്കെ പൊക്കി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, പൊക്കി കൊണ്ടുപോകാൻ പറ്റുമോ എന്നൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ ഷാനവാസിൻ്റെയൊക്കെ. പിന്നെ ഒരു കാര്യമില്ലാണ്, നവീനും രേണുസുതിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കളിക്കുന്നു. അങ്ങനത്തെയൊക്കെ ഓരോ ഇതൊക്കെയാണ് കേട്ടോ. പിന്നെ നോറ അതില അവർ രണ്ടും കൂടെയുള്ള സംസാരം. നോറ പറഞ്ഞ അതില നീ മുമ്പ് ഇങ്ങനെ അല്ലായിരുന്നു, രണ്ടുപേർക്ക് മാറിപ്പോകും കേട്ടോ. അതിൽ ഒരാൾ നീ മുമ്പ് ഇങ്ങനെ അല്ലായിരുന്നു, പുറത്ത് നീ അങ്ങനെ അല്ലായിരുന്നു, കുറച്ചും കൂടെ നീ ആക്റ്റീവായിരുന്നു, സംസാരിക്കുകയൊക്കെ ചെയ്യായിരുന്നു, ഇവിടെ വന്നപ്പോൾ നിൻ്റെ ആ ശരിക്കുള്ള ക്യാരക്ടർ കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമം പോലെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ ബിൻസി ആയിരുന്നു ഉറങ്ങിയത്. പിന്നെ ഒരു ടീം പ്ലാൻ ചെയ്യണമെന്ന് ഷാനവാസിനെങ്കിലും എങ്ങനെയെങ്കിലും ഔട്ടാക്കണം, ബാക്കി എല്ലാവരും കൂടെ ഒന്ന് അഡ്ജസ്റ്റ് ആക്കി കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഗസലിനെയും ഇവർ 4 പേര്, ഈ ഔട്ടായ 4 പേരും കൂടെ ഇങ്ങനെ പറയുന്നുണ്ട്, നമുക്ക് ചേർന്ന് ഗെയിം കളിക്കണം, നമ്മളെല്ലാവരും കൂടെ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം എന്നൊക്കെ പറഞ്ഞു. ഗസൽ പറഞ്ഞു അതിന് ഞാൻ ഇപ്പോൾ ഗെയിമിൻ്റെ രീതി അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഗെയിം കളിക്കാനാണ് ഞാൻ റെഡി, അല്ലാണ്ട് ഇങ്ങനെ അഡ്ജസ്റ്റ്മെൻ്റൊന്നും ഞാൻ റെഡി അല്ല എന്നുള്ള രീതിയിൽ. പിന്നെ രാത്രി ബെഡ്റൂമിൽ അക്ബറും ഷാരികയും അപ്പാനും കൂടെ സംസാരിക്കുക. അപ്പോൾ ഇവരുടെ സംസാരം കേട്ടിട്ട് നമ്മുടെ അനീഷ് എന്നിട്ട് ഒന്നും മിണ്ടാണ്ട് ഉറങ്ങാൻ സമ്മതിക്കുക എന്നൊക്കെ പറയുമ്പോഴേക്കും അത് കേൾക്കുമ്പോഴേക്കും അപ്പാനിക്ക് ഭ്രാന്തിരിക്കും, നീ മിണ്ടാതിരിക്കും, നീയൊക്കെ ഉറങ്ങണമെങ്കിൽ നീ അപ്പുറത്തെങ്ങാനും പുറത്തെങ്ങാനും പോയി കിടന്നുറങ്ങും, ഞങ്ങൾ സംസാരിക്കുക, അവിടെ പുറത്ത് ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ്, എന്ത് ക്യാപ്റ്റനാണ് നീ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴക്കുണ്ടായി. അങ്ങനെ അതൊക്കെയാണ് ഇന്നത്തെ ദിവസം സംഭവിച്ച കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഇടയ്ക്ക് ലൈവിൽ കണ്ട കുറച്ച് നമ്മുടെ കലാഭവൻ ശാരിക എന്നല്ലേ സരിക അല്ലേ, പുള്ളിക്കാരി നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ജാനകി അമ്മേനെ പോലെ നല്ല രസമായിട്ട് പാട്ടൊക്കെ പാടി, പിന്നെ അനു സുധീരയൊക്കെ വക ചെറിയൊരു സ്കിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ അതൊക്കെയാണ് ഇന്ന് ബിഗ് ബോസ് ഡേ 2 നടന്ന സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഇത്രേ ഉള്ളൂ. നമുക്ക് നാളെ കാണാം. ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഡേ 3 ആയിട്ട് നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.